ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്റെ മകന്റെ അസുഖനാണ് നിങ്ങൾ എനിക്ക് തന്നതെന്ന്? താങ്കൾ ഒരു വലിയ മനുഷ്യനാണ്. താങ്കളുടെ ഹൃദയവിശാലത എനിക്കില്ല. എടോ പന്നെ, ഇത് തന്നെ ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നേ. എപ്പോഴും ഇത് പണയണ്ട. എടോ ഇതേ അലമ്പ് സ്വഭാവമായിരുന്നു എന്റെ മോനും. അതങ്ങനെ പട്ടം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, മത്തൻ കുത്തിയാൽ മത്തനെ മുളയ്ക്കൂ. അതല്ലല്ലോ വിഷയം. എന്റെ മകൻ എവിടെ? ആ രഹസ്യം എന്നോട് കൂടി മണ്ണിലടി. താൻ കളിക്കല്ലേ, നമുക്കൊക്കെ പ്രായമായി. ഇനി ഒരു പാർട്ടുണ്ടാവുന്ന കൂടി അറിയത്തില്ല. ഈ പാർട്ടെങ്കിലും പറഞ്ഞൂടെ എന്റെ മകൻ എവിടെയാണെന്ന്? പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? വരുണിന്റെ ശബ്ദമെന്ന് തോന്നിക്കുന്ന കോളിംഗ് ബെൽ, ടെലിഫോൺ, അങ്ങനെ എന്തു? അത് അങ്ങോട്ട് കുഴിച്ചിട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? രണ്ടാം പാർട്ടിന് വേണ്ടി എന്റെ കുറെ പൈസ ചെലവായിട്ടുണ്ട്. സിനിമ പിടിക്കാനും തിയേറ്ററിനും. അതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം. അത് ഗീത തരും. എങ്കിൽ ആ വലിയ സത്യം ഞാൻ താങ്കളോട് പറയാം. താങ്കളുടെ മകൻ വരുൺ മരിച്ചതോ കൊന്നതോ അല്ല. അവൻ സമാധിയിലാണ്. എത്രയൊക്കെ സമാധിയായെന്ന് പറഞ്ഞാലും ആ മനുഷ്യന്റെ മുന്നിൽ എനിക്ക് തലയുയർത്തി നിൽക്കാനാകില്ല.